ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിധികർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം ഒരു ആമുഖ പ്രഭാഷണമില്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എൻ്റെ സ്വപ്ന വിദ്യാലയം എന്നാണ്. വളരെയധികം കാലിക പ്രസക്തമായ ഒരു വിഷയമാണിത്. നമുക്കറിയാം, ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനം തുടങ്ങുന്നത് ഒരു വിദ്യാലയത്തിൽ നിന്നാണ്. പുതിയ ഡ്രസ്സും പുതിയ ബാഗും പുതിയ പുസ്തകങ്ങളും എല്ലാം തോളിയേറ്റി വിദ്യാലയത്തിന്റെ കവാടങ്ങൾ കടന്നു വരുന്ന അമ്മേ പ്രിയപ്പെട്ട വിദ്യാലയം സ്വീകരിക്കും. പതിയെ പതിയെ നമ്മുടെ ശൂന്യമായ ഹൃദയാന്തരങ്ങളിലേക്ക് നന്മയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകുന്നു. ഏതൊരു മനുഷ്യനും എത്ര ഉയരങ്ങളിലേക്ക് എത്തിയാലും അവന് വിജയത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കുന്നത് ഒരു വിദ്യാലയമാണ്. ലോകം അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ വിദ്യാലയത്തിലും മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്രയൊക്കെ സൗകര്യങ്ങളും മറ്റും ഉണ്ടായിട്ടും നമ്മുടെ വിദ്യാലയങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നില്ലേ എന്ന് നാം ഇന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാർക്കിനും ഗ്രേഡിനുമപ്പുറം സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ഉപകാരപ്രദമായ ഒരു ഉത്തമ പൗരനെ വാർത്തെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ മുഖ്യ ലക്ഷ്യം. പക്ഷേ നമ്മുടെ കലാലയങ്ങൾ പലതും വിദ്യാർത്ഥി രാഷ്ട്രീയമെന്ന വൈറസിൽ അകപ്പെട്ടു പോയോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ദിനേനയുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് അറിയാനും കേൾക്കാനും സാധിക്കും. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ അധ്യാപകന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ പോലും രക്ഷിതാവ് ഭയക്കുന്ന കാലമാണ്. തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒന്ന് ശകാരിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന അധ്യാപക സമൂഹം മാതാപിതാ ഗുരു എന്നത് കേവലം ചുമരുകളില്ല എഴുത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. തന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എന്തോ തെറ്റ് ചെയ്തതിന് ഒന്ന് ശകാരിച്ചതിന്റെ പേരിൽ 11 വർഷം ജയിലിൽ കഴിയേണ്ടി വന്ന അധ്യാപകന്റെ വാർത്ത നാം കേട്ടു. അതുപോലെ തന്നെ 10-ാം ക്ലാസ്സുകാരനെ സ്വന്തം സഹപാഠികൾ കൂട്ടം കൂടി കൊലപ്പെടുത്തിയതും നമ്മുടെ നാട്ടിലാണ്. പറയപ്പെട്ട ഈ വിദ്യാലയങ്ങളിലെല്ലാം ആധുനിക സൗകര്യങ്ങളുടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മാർക്കിന്റെയും ഗ്രേഡിന്റെയും പിന്നാലെ പോകുന്ന ആധുനിക ലോകം കലോത്സവ വേദിയിൽ വെച്ച് സ്വന്തം സഹപാഠി തളർന്നു വീണപ്പോൾ അവനെ ഒന്ന് പിടിച്ചുതേൽപ്പിക്കാൻ പോലും മനസ്സില്ലാത്ത വിദ്യാർത്ഥികളാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് അവസാനമായി ഞാൻ പറയുന്നു, എന്റെ വിദ്യാലയം ധാർമ്മികത വഴിയാന്തരമായിരിക്കണം. ഒരാൾ അധർമ്മത്തിലേക്ക് പോകുമ്പോൾ, ഏയ് മനുഷ്യ, അധർമ്മം വേണ്ട, ധർമ്മത്തിലേക്ക് വരൂ. അനീതി വേണ്ട, നീതിയിലേക്ക് വരൂ. അസത്യം വേണ്ട, സത്യത്തിലേക്ക് വരൂ. അജ്ഞത വേണ്ട, ജ്ഞാനത്തിലേക്ക് വരൂ. ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും നന്മയുടെ വെള്ളി വെളിച്ചം പകർന്നു നൽകുന്ന ഈ ചിഹ്നമായിരിക്കണം എന്റെ കലാലയം. മാതാവിനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന, ഗുരുവന്ദ്യന്മാരെ ആദരിക്കാൻ പഠിപ്പിക്കുന്ന, അയൽവാസിയെയും നാടിനെയും രാജ്യത്തെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, മതവും ജാതിയും രാഷ്ട്രീയവും വിവേചനവും അസമത്വമില്ലാത്ത സ്നേഹസമ്പന്നമായ ക്യാമ്പസ്, അതാണ് എന്റെ വിദ്യാലയം. സഹപാഠി തളർന്നു പോകുമ്പോൾ അവനെ മാറോട് ചേർത്ത് പിടിച്ച് സ്വപ്ന സാക്ഷാത്കാരങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന വിദ്യാലയം, സംസ്കാര സമ്പന്നമായ ക്യാമ്പസ്, അതാണ് എന്റെ സ്വപ്ന സുന്ദരമായ ക്യാമ്പസ്, എന്റെ സ്വപ്ന വിദ്യാലയം.
അതിനായി നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ജയ് ഹിന്ദ്.